വയനാട് CPM-ൽ പൊട്ടിത്തെറി. മുതിർന്ന CPM നേതാവ് AV ജയൻ പാർട്ടി വിട്ടു. ജില്ലാ സമ്മേളനം മുതൽ ഒരു വിഭാഗം തന്നെ വേട്ടയാടുന്നുവെന്ന് ജയൻ ആരോപിച്ചു. ശശീന്ദ്രൻ റഫീഖ് പക്ഷത്തിനെതിരായ വിമർശനം വേട്ടയാടലിന് വഴിവെച്ചുവെന്നും ജയൻ പറയുന്നു. പൂതാടി ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയായ ജയന്റെ നീക്കം നിർണായകമാകും. മാറി നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നോട് ഒരു മനുഷ്യൻ അംഗീകരിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള കടുത്ത അവഗണനയിൽ പ്രതിഷേധിച്ചിട്ടാണ്. ഞാൻ കഴിഞ്ഞ ദീർഘകാലമായിട്ട് ഈ പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായിട്ട് വന്ന ഒരാളാണ്. എൻ്റെ പ്രവർത്തന കാലഘട്ടത്തിനിടയിൽ ഒട്ടേറെ വ്യക്തിപരമായ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതൊന്നും ഒരു ത്യാഗമായിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത്. രക്തസാക്ഷികളുള്ളൊരു പ്രസ്ഥാനത്തിനകത്ത് ഏതെങ്കിലും ചെറിയ സംഗതി ഒരു ത്യാഗമൊന്നുമില്ല. പക്ഷേ കടുത്ത അവഗണനയുണ്ട്. അത് ഇനി ആ അവഗണന അനുഭവിച്ച് മുമ്പോട്ട് പോകുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ഞാനതിൻ്റെ സംഘടനാ സംവിധാനത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ഞാൻ സംഘടനാ സംവിധാനത്തിൽ നിന്ന് മാറി നിന്ന് ജനങ്ങൾ എന്നെ ജയിപ്പിച്ചിട്ടുണ്ട്. ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിർവഹിച്ച് ഒരു അരികു പറ്റി അങ്ങ് പോകും. ഞാൻ ആരെയും വെല്ലുവിളിക്കാനൊന്നുമില്ല. കൃത്യം പോലൊരു പാർട്ടി സമൂഹത്തിൽ അനിവാര്യമാണ്. ഈ വർഗീയതയൊക്കെ ഇങ്ങനെ ശക്തപ്പെടുന്ന ഘട്ടത്തിൽ ആ പാർട്ടീനെ ദുർബലപ്പെടുത്തുന്ന ഒരു പണി എൻ്റെ ഭാഗത്തുണ്ടാവില്ല. ഞാൻ ജനങ്ങൾ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിച്ച് ഒരു അരികു പറ്റി പോകും. നമ്മളെ അവഗണിക്കുന്നിടത്ത് നമ്മൾ പോയി ഒരു സാന്നിധ്യമായി നിന്നിട്ട് പിടിച്ചു കയറാൻ നോക്കുന്ന കാര്യമില്ലല്ലോ. പഞ്ചായത്ത് അംഗം എന്നുള്ള നിലയിൽ നമ്മളിൽ ശക്തമായിട്ട് തുടരും. 2-3 വ്യക്തികളുടെ വ്യക്തിപരമായ വൈരാഗ്യമാണ് തീർത്തുകൊണ്ടിരിക്കുന്നത്. അതിന് നിന്നു കൊടുക്കാൻ നമുക്ക് തയ്യാറില്ല. അവരോട് തിരിച്ച് വെല്ലുവിളിച്ച് ആക്രമിച്ച് സംഘടിപ്പിച്ച് പിടിച്ചെടുക്കാനെന്നുള്ള ഒരു നിലപാട് നമ്മൾ ഉദ്ദേശിക്കുന്നു. വളരെ അരികു പറ്റി നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നു. ഫൈസൽ നെടുമ്പാല വയനാട് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഫൈസൽ, പൂതാടി ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയാണ് AV ജയൻ. ഇപ്പോൾ ഇങ്ങനെയൊരു പോക്ക്, അത് എന്താണ് വയനാട് CPM-ൽ നടക്കുന്നത്? എന്താണ് AV ജയൻ പറയുന്ന പരാതി? എന്തവിടെ നടക്കുന്നു എന്നാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്? അമൃത, കഴിഞ്ഞ കുറേ നാളുകളായി പൂതാടി പഞ്ചായത്തിൽ AV ജയനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദം നിലനിൽക്കുകയാണ്. ഇപ്പോൾ ഒടുക്കം പാർട്ടി വിടുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് AV ജയൻ നടത്തിയിരിക്കുന്നത്. സംഘടനാ സംവിധാനത്തിൽ നിന്നും പൂർണ്ണമായും മാറി നിൽക്കുന്നു എന്നുള്ളതാണ് AV ജയൻ പറയുന്നത്. ഇതിൽ പ്രധാനമായി പറയുന്ന ഒരു കാരണമെന്ന് പറയുന്നത് പൂർണ്ണമായും പാർട്ടി തന്നെ അവഗണിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ നാളുകളായി പാർട്ടിയിൽ തനിക്കെതിരെ ശക്തമായി കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ തനിക്കെതിരെ നടക്കുന്നു, വിമർശനങ്ങൾ നടക്കുന്നു, തന്നെ ഇല്ലാതാക്കാൻ പാർട്ടിയിൽ നിന്നുള്ള ഒരു ശ്രമം ഉണ്ടാകുന്നു എന്നുള്ളതാണ് AV ജയൻ പറയുന്നത്. അതിന് കഴിഞ്ഞ ജില്ലാ സമ്മേളനം മുതൽ ഈ ഒരു പ്രശ്നം തുടരുകയാണ്. നിലവിൽ CPM സെക്രട്ടറി ആയിരിക്കുന്ന റഫീഖ് പക്ഷത്തിനെതിരെ താൻ പ്രവർത്തിച്ചാൽ അതിനെതിരെ താൻ സംസാരിച്ചു എന്നുള്ള ഒരു വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം നിലനിൽക്കുന്നത്. കഴിഞ്ഞ ഈ ഒരു AV ജയൻ എന്ന് പറയുന്നത് പുൽപ്പള്ളി ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു. പാർട്ടി നടപടിയെ തുടർന്ന് AV ജയനെ ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുന്ന ഒരു സംവിധാനം പാർട്ടി നടപടിയെടുത്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും തനിക്കെതിരെ ആക്രമണം ഉന്നയിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ ഈ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പൂതാടി പഞ്ചായത്തിൽ AV ജയന്റെ ഒരു പങ്ക് നിർണായകമായിരുന്നു. പൂതാടി പഞ്ചായത്തിൽ UDF-ൽ നിന്ന് ഇപ്പോൾ ഭരണം LDF ആണ് പൂതാടി പഞ്ചായത്ത് ഭരിക്കുന്നത്. ആ ഭരണസമിതിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു അംഗം കൂടിയാണ് AV ജയൻ. ഇദ്ദേഹത്തെ പ്രസിഡന്റ് ആകാം എന്നടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ തന്നെ ചർച്ച നേരിടുന്നു. പിന്നീട് ഇയാളെ മാറ്റിക്കൊണ്ട് മറ്റൊരാളെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരിക, അതേ തുടർന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ നിന്ന് AV ജയൻ അടക്കമുള്ള ആളുകൾ വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം കൂടി പൂതാടി പഞ്ചായത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു പാർട്ടി എന്ന് പറയുന്നത് പൂതാടി പഞ്ചായത്ത് ഭരണസമിതിയെ പോലും മാറ്റാനുള്ള ഒരു തരത്തിലേക്ക് പോകുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം പൂതാടി പഞ്ചായത്തിൽ 10 അംഗങ്ങളാണ് LDF-നുള്ളത്, 10 അംഗങ്ങൾ UDF-ന്, 3 അംഗങ്ങൾ BJP-ക്കുമാണുള്ളത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ AV ജയൻ പ്രാഥമിക അംഗം, അതായത് പഞ്ചായത്ത് അംഗം രാജിവെക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ഒരു നീക്കം നടത്തിക്കഴിഞ്ഞാൽ പൂതാടി പഞ്ചായത്തിൽ പോലും ഭരണ പ്രതിസന്ധി ഉണ്ടാകും. തുടർന്ന് ഉപതെരഞ്ഞെടുപ്പിലേക്കൊക്കെ തന്നെ പോകേണ്ട ഒരു ഘട്ടമുണ്ട്. പക്ഷേ ഇപ്പോൾ അത്തരത്തിലേക്ക് പാർട്ടിക്കെതിരായി ഒരു പ്രവർത്തനം നടത്തുന്നില്ല. തൽക്കാലം സംഘടനാ പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് AV ജയൻ പറയുന്നത്. അമൃത.